നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ. NABH ഇല്ലേ, NABHൻ്റെ ചെയർമാനും സിഒയും നമ്മുടെ റിസ്വാൻ കൊയ്ത്ത തുടങ്ങിയ സാറൊക്കെ ഈ ക്ലാസ് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനെ നടന്നതെന്ന് അറിഞ്ഞാൽ ഒന്ന് കേട്ടേക്കുക. ഞാനിങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞതായിട്ട്, എൻ്റെ സുഹൃത്തും കൂടെയാണ് കേട്ടോ. സോ നമുക്ക് അവരോടൊക്കെ പറയേണ്ട ഒരു കാര്യം, ഇത്ര ബോറിംഗ് ആയിട്ട് ഇൻ്റർപ്രിട്ടേഷൻസ് എഴുതി വെക്കരുത്. കാരണം കുറച്ചൊക്കെ ഒരു നമുക്ക് ഈസി ആയിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡേർഡുകളുടെ ഒബ്ജക്റ്റീവ് എലമെൻസുകളുടെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ എല്ലാ സ്ഥലത്തും ഈ ഒരു എന്താ പറയണ്ടേ 100 സ്റ്റാൻഡേർഡ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ 100 സ്റ്റാൻഡേർഡുകളിലും ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. റിപ്പീറ്റേഷൻ ഓഫ് ദ സെയിം തിങ്. എന്തുകൊണ്ട് അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു? പറഞ്ഞ് നമ്മുടെ തലയിൽ ഇത് ഉറപ്പിച്ചാലാണ് നാളെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ഒരു മനോഹരമായ സ്റ്റാൻഡേർഡുള്ള ഹെൽത്ത് കെയർ രാജ്യമായി മാറുക. സോ IPC, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, IPC 1G, the organization has a designated infection prevention and control officer as part of the infection prevention and control team. കുറച്ചു മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം വീണ്ടും എടുത്ത് തറപ്പിച്ച് പറയുകയാണ്. HRM 11Dയിൽ നമുക്കിത് കാണാൻ പറ്റും. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ നമ്മൾ ഇത്തരത്തിൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ മൈക്രോബയോളജിസ്റ്റ് അല്ലെങ്കിൽ ഇൻഫ്യൂഷ്യസ് ഡിസീസ് സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവണം. അവരുടെ ആബ്സെൻസിൽ, മൈക്രോബയോളജിസ്റ്റിൻ്റെ ആബ്സെൻസിൽ ഈ കാര്യത്തിൽ ഒരു സർജനോ ഫിസിഷ്യനോ ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ട് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫീസറായിട്ട് വരണം. ഇതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ ഓഫീസർക്കാണ്. അങ്ങനെ ആ മാനുവലിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. അതാരാ? സ്വാഭാവികമായിട്ടും നമ്മളുടെ ഹോസ്പിറ്റലിലെ ഒരു മൈക്രോബയോളജിസ്റ്റ് ആകാം. അങ്ങനെ ഒരു പൊസിഷൻ നമുക്കില്ല എങ്കിൽ സർജനോ ഫിസിഷ്യനോ റോൾ എടുക്കാം. സോ നമുക്കിതൊരു ഓഫീസറുടെ കൺട്രോൾ ഉണ്ടാവണം. അത് ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. ക്ലിയർ? സോ ഇതും ഡോക്യുമെൻ്റ് നിർബന്ധമുള്ള. ഇവിടെ ഡോക്യുമെൻ്റ് വേണ്ടാത്ത ഒരു കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. IPCയിൽ നിങ്ങൾ എല്ലാത്തിനും ഡോക്യുമെൻ്റ് വേണമെന്ന് തന്നെ ചിന്തിച്ചോളൂ. വേണ്ടാത്തത് ഞാൻ എടുത്തു പറയാം. റിട്ടേൺ ഡോക്യുമെൻ്റ് വേണ്ടാത്ത ഒബ്ജക്റ്റുകളുണ്ടെങ്കിൽ ഞാൻ എടുത്തു പറയാം. നമ്മുടെ IPC 1G, the organization has designated infection prevention and control officer as part of the infection prevention and control team. ആ ടീമിൻ്റെ പാർട്ടായിട്ട് ഉണ്ടാവണം. HRM 11D ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. എന്തായാലും ഇത് ഒരു മൈക്രോബയോളജിസ്റ്റ്, അതിൻ്റെ ആബ്സെൻസിൽ നമുക്കൊരു ഫിസിഷ്യനോ സർജനോ ഈ ഒരു ഓഫീസറായിട്ടുണ്ടാവണം. അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം.